ഗുഡ് മോർണിംഗ് ബാങ്കോക്ക്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ ബാങ്കോക്കിലെത്തി. നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഇന്ന് ഫസ്റ്റ് ഡേ ഇൻ തായ്ലാൻഡ്. ബാങ്കോക്കത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തായ്ലാൻഡിൽ വരുന്നതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ആവശ്യമല്ല. നമ്മുടെ പാസ്പോർട്ട് എയർപോർട്ടിൽ കാണിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കും, അതുപോലെ തന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൽ അവർ വിസ അടിച്ചു തരും. പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കണം, മസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നോട് അങ്ങനത്തെ കാര്യങ്ങളോ ഡിജിറ്റൽ അറൈവൽ കാർഡോ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ അത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അവരുടെ സൈറ്റിൽ അത് എൻ്റർ ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ തായ്ലാൻഡ് എയർപോർട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ അറൈവൽ കാർഡ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ ഇൻ തായ്ലാൻഡ് ബാങ്കോക്ക്. നമുക്ക് കാണാം ബാങ്കോക്കിൽ എന്തൊക്കെ കാണാണ്ട്, ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഹോസ്റ്റൽ കാണിച്ചു തരാം കേട്ടോ. വൺസ് അഗെയിൻ ഹോസ്റ്റൽ എന്നുള്ള ഒരു ഹോസ്റ്റലിലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 277 തായ് ബട്ടാണ് എനിക്ക് ചാർജ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ റുപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 750 ഇന്ത്യൻ റുപ്പി, ഏകദേശം ഒരു 800 ഇന്ത്യൻ റുപ്പിയുടെ അടുത്തേ നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളൂ. ഞാൻ ഹോസ്റ്റൽ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ആ കാണുന്ന ആ ഒരു ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ മുന്നിലൂടെയുള്ളൊരു സ്ട്രീറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ഇവിടെ കൂടുതൽ ഈ മൊനാസ്ട്രീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലോട്ടൊന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നോക്കൂ എന്ത് ഭംഗിയാണല്ലേ. തായ്ലാൻഡ് ബാങ്കോക്കിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. പഴയ ഒരു ബുദ്ധ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തായ്ലാൻഡിലുള്ളത് കേട്ടോ. അപ്പോൾ ആണ് ആ ഒരു ഏരിയ. എന്തും മനോഹരം. നമുക്ക് ഇന്ന് വിസിറ്റ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. നമ്മളിപ്പോഴും ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു ഏരിയ. സന്തോൺപൂ മ്യൂസിയം, അതാണ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ. നമുക്ക് ഒരുവിധമുള്ള ലൊക്കേഷൻസൊക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ബാങ്കോക്ക് 3 ഡേയ്സ് നമ്മൾ ബാങ്കോക്കിലുണ്ട്. നമുക്ക് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഹോസ്റ്റലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ പരിചയപ്പെടുത്തി തരാം. എങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തതെന്നും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന വൺസ് അഗെയിൻ ഹോസ്റ്റലിലാണ് കേട്ടോ ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്ത്യൻ റുപ്പി 800 ഇന്ത്യൻ റുപ്പിക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഹോസ്റ്റലിൽ റൂം കിട്ടിയത്. booking.com വഴിയാണ് ഞാൻ ഈ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്റ്റൽ കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു ഹോസ്റ്റലാണ് കേട്ടോ. വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോസ്റ്റലാണ്. ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഡെസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ റിസപ്ഷനിലുള്ള ഈ ഒരു ആംബിയൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല രസമുള്ളൊരു ആംബിയൻസ് കേട്ടോ. സോ ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ആളാണ്, മുപ്പത്തിയൊരു ഫ്രഞ്ചാണ്. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഈ ഒരു കിച്ചൺ സൈഡ് വരുന്നത്. ഇതിൽ നമുക്ക് വെള്ളം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് കണ്ടോ, അത് നമുക്ക് എനി ടൈം കഴിക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് കണ്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇവർ ഓരോരോ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകൾ നോക്കിട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സോളോ ബാക്ക് പാക്കേഴ്സിനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു വൺസ് അഗെയിൻ ഹോസ്റ്റൽ. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്ന ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നല്ലൊരു ആംബിയൻസിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു വാളും കാര്യങ്ങളൊക്കെ നോക്കും.
ഓരോരോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മനോഹരമായിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ എൻ്റെ റൂമും എൻ്റെ സ്പേസും കാണിച്ചു തരാം. ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തിരുന്ന എൻ്റെ റൂമിലോട്ടുള്ള എൻ്ററാണ്. ഒരു പേടിയും പേടിക്കേണ്ട, ഫുള്ള് സെക്യൂരിറ്റിയാണ് നമുക്ക്. ഇതാണ് ഞാൻ കിടന്നിരുന്ന റൂമും. ഓൾറെഡി ഇവിടെ ആളുകൾ സ്ലീപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ ലൗഡിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റൂമിൽ ഈ ഒരു സ്പേസാണ് നമുക്കുള്ളത്. റൂമിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ച് തരാട്ടെ നിങ്ങൾക്ക്. എല്ലാവരും അവിടെ ഉറങ്ങുന്നുണ്ട്, നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഇനി വാഷ്റൂംസ് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ, കാരണം ഈ ഒരു ആംബിയൻസ് എനിക്കിഷ്ടമായി. അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്കൊരു 3 ഡേയ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ. അപ്പോൾ എക്സ്ക്യൂസ് മീ, നമ്മുടെ കോമൺ വാഷ്റൂമാണ് വരുന്നത്. അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഷ്റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. സോ വൺ ഡേ നമുക്ക് 800 ഇന്ത്യൻ റുപ്പീക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ ഈ ഒരു വൺസ് അഗെയിൻ ഹോസ്റ്റൽ. നമുക്ക് എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി ലക്ഷറി ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ യാത്ര ചെയ്യുന്നതിനേക്കാട്ടിലും ഫാർ 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 ബെറ്ററാണ് നമ്മൾ ഈ ഹോസ്റ്റൽസിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ കിട്ടും. അത്തരത്തിലുള്ള ഒരു ലോകത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ ചെല്ലുക. കാരണം ഒക്കെ ബാക്ക് പാക്കേഴ്സ് ചെയ്യും. ബാക്ക് പാക്കേഴ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് അവർ പോയ സ്ഥലങ്ങളെക്കുറിച്ചും അവരുടെ അറിവുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഷെയറിങ് കിട്ടും. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഹോസ്റ്റലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം. ഹായ്, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇതും നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ഈ ഹോസ്റ്റലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടിയാണിത്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ഇരിക്കാനുള്ളൊരു സ്പേസാണിത്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ മിൽക്ക്, ഷുഗർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചെയ്യരുത്, നിങ്ങൾക്ക് ബാങ്കോക്ക് വരാനും തായ്ലാൻഡ് വരാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ബാങ്കോക്ക് വരാൻ താല്പര്യമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ബാങ്കോക്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. അതിൻ്റെ ഡീറ്റെയിലും ടിക്കറ്റിൻ്റെ കാര്യങ്ങളും നിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ സ്റ്റേ ട്യൂൺ.